ഇനി നോക്കാം കാർഷിക വാർത്തകൾ. വിത്തുതേങ്ങ സംഭരണം വെട്ടിക്കുറച്ച നടപടി റദ്ദാക്കി. ചാവക്കാട് നാളികേര സ്വീറ്റ് യൂണിറ്റിനാണ് ആശ്വാസം. തൃശൂർ ജില്ലയിലെ ചാവക്കാട് നാളികേര സീഡ് യൂണിറ്റിലും ഇതിനു കീഴിലുള്ള അയ്യന്തോൾ നാട്ടിക കൃഷിഭവൻ യൂണിറ്റിലുമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആവശ്യമായ സങ്കരയിനം തെങ്ങിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൃഷി വകുപ്പിന് കീഴിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം തെങ്ങിൻ തൈ ഉൽപാദനത്തിലുള്ള വിത്ത് തേങ്ങ സംഭരണം 40% വെട്ടിക്കുറച്ച നടപടിയാണ് ഇപ്പോൾ കൃഷി വകുപ്പ് ഡയറക്ടർ റദ്ദ് ചെയ്തിരിക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള TD ഇനത്തിലുള്ള സങ്കരയിനം തെങ്ങിൻ തൈകൾക്കുള്ള വിത്ത് തേങ്ങകളാണ് ഈ യൂണിറ്റുകൾ വഴി ശേഖരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ 2 ഇനങ്ങളിലായി 1.25 ലക്ഷം വിത്ത് തേങ്ങകൾ ശേഖരിച്ചിരുന്നു. ഈ വർഷം 77,800 വിത്ത് തേങ്ങകൾ മാത്രം ശേഖരിച്ചാൽ മതിയെന്ന് കൃഷി വകുപ്പ് ഡയറക്ടറേറ്റ് ഉത്തരവിറക്കുകയായിരുന്നു. ഇതേ തുടർന്ന് വിത്ത് തേങ്ങാ സംഭരണത്തിനായി മാതൃ തെങ്ങിൻ തൈകളിൽ കൃത്രിമ പരാഗണം നടത്തുന്ന 87ഓളം തെങ്ങ് കയറ്റ തൊഴിലാളികളിൽ 37 പേരുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന സാഹചര്യമുണ്ടായി. ഇതോടെയാണ് സങ്കരയിനം വിത്ത് തേങ്ങകളുടെ സംഭരണം കഴിഞ്ഞ വർഷത്തെ തോതിലേക്ക് ഉയർത്തണമെന്ന ആവശ്യം ശക്തമായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹരിയാനയിലെ കരിമ്പ് കർഷകർക്ക് ദീപാവലി ബോണസ്. കരിമ്പിന് ഏറ്റവും ഉയർന്ന താങ്ങുവില നൽകുന്ന സംസ്ഥാനമായി ഹരിയാന. ഉത്സവ സീസണ് മുന്നോടിയായി ക്വിന്റലിന് 400 രൂപയിൽ നിന്നാണ് കരിമ്പ് കർഷകർക്ക് ഹരിയാന സർക്കാർ 415 രൂപയായി പുതിയ നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കരിമ്പിന് മികച്ച വില നൽകുന്ന സംസ്ഥാനമായി ഹരിയാനയെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും അവരുടെ സാമ്പത്തിക അഭിവൃദ്ധിയും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നീക്കം. നേരത്തെ വിളവെടുക്കുന്ന ഇനങ്ങൾക്കാണ് 415 രൂപ ക്വിന്റലിന് ലഭിക്കുക. വൈകി വിളവെടുക്കുന്നവയ്ക്ക് ക്വിന്റലിന് 408 രൂപയാണ് പുതിയ നിരക്ക്. മുൻപ് ഇത് 393 രൂപയായിരുന്നു. കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനൊപ്പം സംസ്ഥാനത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ആക്കം കൂട്ടാനും ഈ തീരുമാനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. അടിസ്ഥാന താങ്ങുവിലയിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാവുകയാണ് ഹരിയാന. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇറക്കുമതി തീരുവ ഒഴിവാക്കിയിട്ടും പ്രതീക്ഷ കൈവിടാതെ പരുത്തി കർഷകർ. പുതിയ സീസണിൽ മെച്ചപ്പെട്ട വില ലഭിക്കുമെന്ന കണക്കുകൂട്ടലിൽ ആഭ്യന്തര പരുത്തി കർഷകർ. പരുത്തിയുടെ ആഭ്യന്തര വിൽപ്പന ഉയരുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ കർഷകർ. പരുത്തി ഇറക്കുമതി തീരുവ നിർത്തിവെച്ചത് പരുത്തി കർഷകർക്ക് തിരിച്ചടി നേരിട്ടെങ്കിലും വിൽപ്പന വഴി നേട്ടമുണ്ടാക്കാമെന്നാണ് വിലയിരുത്തൽ. 2025 ഓഗസ്റ്റ് 19 മുതൽ 31 വരെയാണ് അസംസ്കൃത പരുത്തി ഇറക്കുമതിയുടെ എല്ലാ കസ്റ്റംസ് തീരുവകളും കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയത്. ആഭ്യന്തര പരുത്തി വില സ്ഥിരപ്പെടുത്തുന്നതിനും തുണി വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനും വേണ്ടിയായിരുന്നു ഈ നീക്കം. എന്നാൽ ഇറക്കുമതി നിയന്ത്രണത്തിലെ ഇളവ് ആഭ്യന്തര വില കുറയാൻ ഇടയാക്കുമെന്ന ആശങ്ക പരുത്തി കർഷകർക്കുണ്ടായിരുന്നു. പരുത്തിയുടെ ഈർപ്പമനുസരിച്ചാണ് വില ലഭിക്കുന്നത്. 8% വരെ ഈർപ്പമുള്ള പരുത്തിക്ക് മുഴുവൻ അടിസ്ഥാന താങ്ങുവില ലഭിക്കും. എന്നാൽ ഈർപ്പം 12% വരെയുള്ളതിന് വില കാര്യമായി കുറയും. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തുടർച്ചയായ മഴ മൂലം പല പ്രദേശങ്ങളിലും കർഷകർക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്. ഏക്കറിന് 8 ക്വിന്റൽ വിളവാണ് തെലങ്കാനയിലെ കർഷകർ ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. കൃഷിസ്ഥലത്തിന്റെ വിസ്തൃതിയിലും ഇത്തവണ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ വിളവ് ഉയരുമെന്ന് തന്നെയാണ് കർഷകർ കണക്കുകൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.